കുവൈറ്റിൽ നിന്നും നാട്ടിലേക്കുള്ള യാത്രയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ജസീറ എയർവേസ് കുവൈറ്റിൽ നിന്നും നാട്ടിലേക്കും നാട്ടിൽ നിന്നും തിരിച്ചും യാത്രകൾ സുഗമമായിട്ട് നടത്തുന്നുണ്ട്. സൗദിയിലെ ഹഫർ അൽ ബാറ്റീൻ എന്ന ഖൈസുമ എയർപോർട്ടിൽ നിന്നാണ് ജസീറ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നിലവിൽ ഖൈസുമ എയർപോർട്ടിൽ നിന്ന് നാട്ടിലേക്ക് കൊച്ചി, അതുപോലെ തന്നെ ചെന്നൈ, ഹൈദരാബാദ്, ബാംഗ്ലൂരു, മുംബൈ, ഡൽഹി എന്നീ എയർപോർട്ടുകളിലേക്കാണ് സർവീസ് നടത്തുന്നത്. അപ്രൂവൽ കിട്ടുന്നതനുസരിച്ച് നാട്ടിലെ കൂടുതൽ എയർപോർട്ടുകളിലേക്ക് സർവീസ് നടത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജസീറയുടെ ഈ ഖൈസുമ എയർപോർട്ട് വഴിയുള്ള യാത്രയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിന്റെ ടിക്കറ്റുകൾ ജസീറ എയർവേസിന്റെ വെബ്സൈറ്റിലൂടെ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ട്രാവൽ ഏജൻസികൾ വഴിയും നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ട്രാവൽ പ്രോസസ് മുഴുവൻ കോർഡിനേറ്റ് ചെയ്യുന്നത് ജസീറ എയർവേസ് ആയിരിക്കും. അതായത് കുവൈറ്റിൽ നിന്നും സൗദിയിലേക്കുള്ള കരമാർഗമുള്ള യാത്ര, അതിനുശേഷം അവിടെ നിന്നുള്ള ഫ്ലൈറ്റും ജസീറ ഓപ്പറേറ്റ് ചെയ്യുന്നു. ഇനിയും ഇതിന്റെ ഡിപ്പാർട്ടിംഗ് പ്രോസസ് നോക്കാം. ട്രാവൽ ചെയ്യുന്ന ആളുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് മിഷ്റഫിലുള്ള കുവൈറ്റ് ഇന്റർനാഷണൽ ഫെയർ ഗ്രൗണ്ട് ഹാൾ നമ്പർ 8 ചെക്ക് ഇൻ പോയിന്റിലാണ്. അവിടെ നിന്നും ജസീറ എയർവേസ് തയ്യാറാക്കുന്ന പ്രത്യേക ബസ്സിൽ ഖൈസുമ എയർപോർട്ടിലേക്ക് യാത്ര തിരിക്കും. ഈ ഒരു യാത്രയിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനിയും പറയാൻ പോകുന്നത്. 1. ബസ് ട്രാൻസ്ഫറുകൾ ജസീറ എയർവേസ് തന്നെ സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ചെലവുകൾ നമ്മുടെ ടിക്കറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2. പ്രവാസികൾക്ക് സ്വന്തം വാഹനങ്ങളിലോ പ്രൈവറ്റ് വാഹനങ്ങളിലോ യാത്ര അനുവദനീയമല്ല. 3. ജസീറ എയർവേസിൽ നിന്നും നമുക്ക് ട്രാവൽ കൺഫർമേഷൻ ലഭിച്ചതിനു ശേഷം മാത്രമേ മിഷ്റഫിലുള്ള കുവൈറ്റ് ഇന്റർനാഷണൽ ഫെയർ ഗ്രൗണ്ടിലെ ഗേറ്റ് നമ്പർ 8 ആ ഒരു ചെക്ക് ഇൻ പോയിന്റിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യാവൂ. ഇനിയും നമുക്ക് വിസ ആവശ്യകതകൾ നമുക്ക് നോക്കാം. 1. വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട്. 2. വാലിഡ് ആയിട്ടുള്ള കുവൈറ്റ് റെസിഡൻസി, അതായത് വാലിഡിറ്റി ഉള്ള സിവിൽ ഐഡിയോ അല്ലെങ്കിൽ മൊബൈൽ ഐഡിയോ. 3. നമ്മുടെ ബോർഡിംഗ് പാസ്. ഇത്രയും കാര്യങ്ങളാണ് സൗദി ബോർഡറിൽ വെച്ച് ട്രാൻസിറ്റ് വിസ നമുക്ക് ലഭിക്കുവാൻ വേണ്ടി നമ്മൾ കയ്യിൽ കരുതേണ്ടത്. ചെക്ക് ഇൻ സമയത്ത് നമ്മുടെ കൺഫേംഡ് എയർ ടിക്കറ്റ്, അതുപോലെ നമ്മുടെ എക്സിറ്റ് പെർമിറ്റ്, അതുപോലെ നമ്മുടെ പാസ്പോർട്ട്, നമ്മുടെ സിവിൽ ഐ ഡി എല്ലാം കാണിച്ചതിന് ശേഷം നമ്മുടെ ബോർഡിംഗ് പാസ് കളക്ട് ചെയ്യുന്നു. അതിനുശേഷം വിസ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഈ പാസ്പോർട്ട്, അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള സിവിൽ ഐ ഡി അല്ലെങ്കിൽ മൊബൈൽ ഐ ഡി, അതുപോലെ ബോർഡിംഗ് പാസ് എന്നിവ നമുക്ക് ബോർഡറിലും കാണിക്കേണ്ടതാണ്. സൗദി ട്രാൻസിറ്റ് വിസയുടെ ഫീസും മറ്റു കാര്യങ്ങളൊന്നും തന്നെ പ്രത്യേകമായിട്ട് ജസീറ ഈടാക്കുന്നതല്ല. മറിച്ച് റോഡ് മാർഗമുള്ള യാത്രയുടെ ചിലവുകൾ നമ്മുടെ ടിക്കറ്റ് പ്രൈസിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. കുവൈറ്റിൽ വിസിറ്റ് വിസയിൽ താമസിക്കുന്ന ആളുകൾ യാത്രയ്ക്ക് മുമ്പ് തന്നെ സൗദി വിസ നേടിയിരിക്കണം. നമുക്ക് നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന യാത്രക്കാർക്കും ഇതേ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഖൈസുമ എയർപോർട്ടിൽ വരാവുന്നതും അവിടെ നിന്ന് കരമാർഗം ജസീറയുടെ ബസ് വഴി കുവൈറ്റിൽ എത്തിച്ചേരാവുന്നതുമാണ്. സിറ്റുവേഷൻ എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ ശരിയാകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം.